നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് കുടങ്കൽ എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് കുടങ്കൽ. ഇത് നല്ല ഈർപ്പമുള്ള ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ഇതാണ്. നല്ലവണ്ണം ഈർപ്പം ഉണ്ടെങ്കിലേ ഈ ഔഷധം ഉണ്ടാവുകയുള്ളൂ. ഈ കുടങ്കൽ എന്ന് പറയുന്നത് നല്ല ഈർപ്പമുള്ള സമയത്ത് മാത്രമേ കാണുള്ളൂ. പിന്നെ വരണ്ട കാലാവസ്ഥയിൽ ഈ കുടങ്കൽ ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കുടങ്കൽ ഉണ്ടാകുന്ന പ്രദേശങ്ങളെന്ന് നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മരുന്ന് ഉണ്ടാവേണ്ട സ്ഥലങ്ങൾ, ഇത് ഏത് സ്ഥലങ്ങളിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മരുന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ മരുന്ന് ഏത് ഭാഗത്തൊക്കെ ഉണ്ടാവും, ഇത് നമുക്ക് ഏത് ഭാഗത്തുണ്ടാവും എന്നുള്ളത് ആദ്യം ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു മരുന്നിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. ഇത് നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടം പോലെ കാര്യം നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചോളം ഇഷ്ടം പോലെ ഈ മരുന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം എല്ലായിടത്തും ഈർപ്പമുള്ള ഇതാണല്ലോ. കേരളം എന്ന് പറയുന്നത് വരണ്ട കാലാവസ്ഥയുള്ള സ്ഥലമല്ലല്ലോ, നല്ല ഈർപ്പമുള്ള ഇതാണ്. അങ്ങനെ വരുമ്പോൾ ഈ കുടങ്കൽ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും. ഈ കുടങ്കലാണ് നമ്മൾ മരുന്നിനെടുക്കേണ്ടത്. ഇതിൻ്റെ പേരാണ് കുടങ്കൽ എന്ന് പറയുന്നത്. ഇത് വേറെ ഒരു പേരുണ്ട്, അത് ആരൽ എന്നാണ്. ആരൽ എന്ന് പറയുന്നത് വേറെ ഒരു സാധനമാണ്. അത് ഞാൻ ഇനി ഓരോ വീഡിയോയിലും നമ്മൾ ഇത് സ്ഥിരമായി കാണുന്നവർക്ക് അത് കാണാൻ കഴിയും. കാര്യം എന്ന് വെച്ചാൽ ആരൽ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഇത് ഈ സെയിം ഗുണമാണ്, പക്ഷെ അത് കണ്ടെത്താൻ നമ്മൾ കുറച്ച് പാടുപെടണം. അത് വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്ന സാധനമാണ്. വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് ഇത് ഇത്തിരി കരഭാഗത്തൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ മറ്റേത് വെള്ളത്തിൻ്റെ അകത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ആരൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പേര് കുടങ്കൽ എന്നാണ്. ഇതാണ് പ്രധാന കുടങ്കൽ. ഇത് കണ്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി അടുത്ത മരുന്നുമായി നമ്മൾ